ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് തീക്കുട്ടി. ഫസ്റ്റ് ഡേ സ്കൂൾ. ഒന്നും കാണുന്നില്ല. അദ്ദിക്കുട്ടൻ മേലെയാണ് ഗൈസ്. ഗുഡ് മോർണിംഗ് തങ്കം. അങ്ങേ എഴുന്നേറ്റാ. അദ്ദിക്കുട്ടൻ്റെ പില്ലോ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഒരു ചെറിയ അനക്കം കാണാൻ പറ്റുന്നുണ്ട്. കാണിക്കടാ ഫേസ് ഗൈസ്. ഇവിടെ നമ്മുടെ ടീക്കുട്ടി. ഗുഡ് മോർണിംഗ് ടീക്കുട്ടി. ഓ മൈ ഗോഡ്, സച്ച് എ ബ്യൂട്ടിഫുൾ ഫേസ്. എന്തോ കിച്ച് കിച്ച്. എല്ലാ മക്കളുടെയും ഇന്നത്തെ അവസ്ഥ ഇതാണ്. സാരില്ല മക്കളെ, നന്നായി പഠിക്കണ്ടേ. ഒരു വർഷം സ്കൂള് 2 മാസം വെക്കേഷൻ. പഠിച്ച് വലിയ കുട്ടികളാവണ്ടേ. ഏച്ചി അമ്മ തങ്കയിനേക്ക്. എനിക്ക് വേറെ ഒരാളും കൂടി ഉണ്ട് ഗൈസ്. ഇവൻ എത്ര പറഞ്ഞിട്ട് അവിടുന്ന് വരുന്നില്ല. ആരാ ഫസ്റ്റ് പല്ലിക്കാൻ പോകുന്നേ? അതെ തുടങ്ങി ഗൈസ്. 2 മാസത്തിന് ശേഷം അങ്ങനെ വീണ്ടും വഴക്കുള്ള ദിവസങ്ങൾ സ്റ്റാർട്ടായിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഫസ്റ്റ് ഡേ സ്കൂൾ ഒരു ചെറിയ ഫേസ് മാസ്ക് ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. എന്താണ് അതിൻ്റെ മേളിൽ നിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ തെറിച്ച് വന്നിട്ട് എൻ്റെ അടുത്താണോ നീ ചോദിക്കണേ ഗൈസ്? ഇപ്പം സമയം 5:45 കേട്ടോ. അപ്പോൾ നല്ല മണം. അപ്പോൾ അതേ ഫേസ് മാസ്ക് ഇങ്ങോട്ടിരുന്നോ, എനിക്ക് എന്നാലേ കാണാൻ പറ്റും. ഫേസ് മാസ്ക് എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല. ഇതൊരു ഫേസ് മാസ്ക്. ഇത് മൊത്തം ഗൈസ് മൊത്തം വെള്ളമാണല്ലോ. ടീക്കുട്ടി ഫസ്റ്റ് ടൈം ആട്ടോ ഫേസ് മാസ്ക് ഒക്കെ ട്രൈ ചെയ്യുന്നത്. ഫേസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ചിപ്പി ഭയങ്കര എക്സൈറ്റഡ് ആണ്. അദ്ദിക്കുട്ട, യു വാണ്ട് ഫേസ് മാസ്ക്? എന്താ നിനക്കൊരു പുച്ഛം ഗൈസ്? അങ്ങനെ മുത്തിന് വേണടാ. അങ്ങനെ നമ്മുടെ ഫേസ് മാസ്കിൽ കണ്ണും മൂക്കും എല്ലാം വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് വെള്ളമാണ്. അത് തിരിച്ചിട്ടാടാ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ടൈം ഗൈസ് ഫേസ് മാസ്ക് ട്രൈ ചെയ്യാൻ പോകുന്ന നമ്മുടെ ടീക്കുട്ടി. നമ്മൾ കുറേ ആയി പറയുന്നു കേട്ടോ അതൊന്ന് ട്രൈ ചെയ്യണമെന്ന്. ഇനി വാങ്ങിക്കോടാ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് സാധനവും വൺസ് ഒന്ന് വാങ്ങിച്ചു കൊടുക്കാം. എന്ന് പിന്നെ അവർ വാങ്ങിക്കില്ല. പിന്നെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കത്തേ ഇല്ല കേട്ടോ. ഇനി വേണം പറയോ? ഓക്കെ, ലാസ്റ്റ് അല്ലേ? ഓക്കെ. എവിടെ പോയാലും അമ്മ ഫേസ് മാസ്ക് എന്തിലും ഫേസ് മാസ്ക് കാണാം എന്താണെന്നല്ല. അപ്പം നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കാം ഇതുപോലെ. ഇനി ഈ കുട്ടി ഇത് റിപ്പീറ്റ് ചെയ്യില്ലല്ലോ. ഓക്കെ. എന്താണ് ഈ ഫേസ് മാസ്കിന്റെ പ്രത്യേകത? എനിക്കൊന്നും അറിയില്ല. കയ്യിലൊക്കെ വെള്ളമുണ്ട്. അതാണ് പ്രശ്നം ഗൈസ്. ഐബ്രോസിലൊന്നും വെക്കാൻ പാടില്ല. ഈ കുട്ടി എന്തെല്ലാം ആണ് കാണിക്കുന്നത്. അയ്യോ, ഇതെന്തോ പ്രശ്നമാക്കിയിട്ടുണ്ട് ഗൈസ്. മൂക്കൊക്കെ പൊട്ടിയിട്ടേ. ഇവിടെ അദ്ദിക്കുട്ട ഷോക്കായിട്ട്. അദ്ദിക്കുട്ട ചെയിൻ ഗോൾഡ് എല്ലാം ഊരിക്കോളൂ ഗൈസ്. അങ്ങനെ ആഫ്റ്റർ 2 months നമ്മുടെ ഗോൾഡ് എല്ലാം റിമൂവിങ് ടൈമാണ്. എന്താടാ നിന്നെ തന്നെ മിററിൽ കാണുമ്പോൾ എന്തൊരു മിററിൽ കാണുമ്പോൾ എന്തൊരു ഭംഗി. ശരി, നിന്റെ ബ്രേസ്ലെറ്റ് ഒക്കെ ഊര്. ഇനി ഗോൾഡ് നമുക്ക് സ്കൂളിലൊന്നും അലൗഡ് അല്ല ഗൈസ്. അപ്പോൾ ബ്രേസ്ലെറ്റ് ചെയിൻ എല്ലാം നമ്മൾ റിമൂവ് ചെയ്യണം. ഓക്കെ, എവിടെ ഒന്ന് നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഇപ്പോൾ സമയം 6 മണിയാവാൻ ഇനി വെറും 5 മിനിറ്റേ ഉള്ളൂ. ഹൗ യു ഫീലിംഗ് ഗൈസ്? ഫുള്ള് വെള്ളമാണ് ഗൈസ്. എനിക്കറിയില്ല കേട്ടോ. ഫേസ് നോക്കട്ടെ. ഈ സമയം കൊണ്ട് നമ്മൾ യൂണിഫോം എല്ലാം ഇവിടെ അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട്. ദിസ് ഇസ് അദ്ദിക്കുട്ടൻസ്. പിന്നെ ഇത് THHD ആണ് നമുക്ക്. അങ്ങനെ ആഫ്റ്റർ നീണ്ട വെക്കേഷൻ എല്ലാം നമ്മുടെ കുഞ്ഞുമക്കളും സ്കൂളിലോട്ട് പോവുകയാണ്. അപ്പോൾ യൂണിഫോം എല്ലാം ഇവിടെ തേച്ച് സെറ്റാക്കി വെച്ച് ഇനി അവർ തനിയെ ഇട്ടോളുണ്ടോ, നോ ഇഷ്യൂസ്. അദ്ദിക്കുട്ടനാണെങ്കിലും അതൊന്നും ഞാൻ നോക്കിയിട്ടേ ഇല്ല. എല്ലാം ഓണായിട്ട് തന്നെ 2 പേരും ചെയ്യും. അങ്ങനെ ടീക്കുട്ടി ഫേസ് മാസ്ക് റിമൂവ് ചെയ്യാണ് ഗൈസ്. ഗ്ലോയിങ് ആയ
ഗ്ലോയിങ് ആയോ എന്ന് പറയണം ഗൈസ്. എനിക്ക് പെട്ടെന്ന് എനിക്ക് ചെറിയൊരു ഗ്ലോയിങ്ങും ഫുള്ള് ഇവിടെ സ്ലൈമിയാണ് ടിയ. ഓക്കെ ടിയ, അങ്ങനെ ഫസ്റ്റ് ടൈം നമ്മൾ ബ്രേസസ് ഇട്ട് സ്കൂളിൽ പോകണം. ഇവൾക്ക് ഓർമ്മയില്ല ഗൈസ്. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. അങ്ങനെ ഫേസ് മാസ്ക് നമ്മൾ കുട്ടികളൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഫ്രണ്ട്സ് ചിലപ്പോ കണ്ടിട്ടുണ്ടാവും വീഡിയോ കണ്ടിട്ട്. റിയാക്ഷൻ വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല, വരുന്നില്ല. ഞാൻ ബസ്സിലാ പോകുന്നു, സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ മാസ്ക് എല്ലാം ഇട്ട് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. പോട്ട് സാരില്ലടാ, സാരില്ല മുത്തേ. ഓക്കെ, ആ ഫേസ് വേണ്ടടാ. അങ്ങനെ ടീ അങ്ങനത്തെ പൊട്ടിത്തരങ്ങളല്ല. ആ ഓക്കെ, നമ്മളത് ചെരുപ്പെല്ലാം ഇവർക്ക് ഓണം, അതായത് റെയിനി സീസൺ കഴിഞ്ഞിട്ട് നമ്മുടെ സ്കൂളിൽ ഷൂസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അത് നല്ലൊരു തീരുമാനമാണ്. അപ്പോൾ അതേ എല്ലാ ബാഗെല്ലാം സെറ്റ് ചെയ്ത് ലഞ്ചൊക്കെ ഇപ്പോൾ റെഡി ആക്കിയിട്ട് വരും കേട്ടോ. അങ്ങനെ യൂണിഫോം എല്ലാം സെറ്റ് നോക്കട്ടെ. ഓക്കെ, യൂണിഫോം എല്ലാം സെറ്റ് ചെയ്ത് വാസ്ലി എന്നാ അങ്ങനെ നമ്മൾ കോട്ടിടൽ ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. എന്തോ പോലെ ഉണ്ട് ടിയ. യു ഫീലിംഗ് എനി ഇറിറ്റേഷൻസ്? കുഴപ്പമില്ലേ? എന്തോ പോലെ ഉണ്ടെന്നാ പറയുന്നേ ഗൈസ്. അത് കുഴപ്പമില്ല, കുറച്ച് ലൂസൊക്കെ ഇരുന്നോട്ടെ. അങ്ങനെ സമയം 6:30 ആവുന്നു. ദേ ടീക്കുട്ടി ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഒരു ബ്ലാക്ക് വാച്ച് ഇല്ലടാ. അത് വാങ്ങിച്ചു തരില്ല മോളെ. 3 കൊല്ലമായി കഴിച്ചു ഒരേ വാച്ച് ഒരേ കളറിൽ. മനുഷ്യന് ഒരു ഇതൊക്കെ ഇല്ലേ? അങ്ങനെ എല്ലാം റെഡിയായി ഫസ്റ്റ് ടൈം ബ്രേസസ് ഇട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. നമ്മുടെ ക്ലിപ്പ് എടുത്തേ. നമ്മുടെ 3 ക്ലിപ്പും നമ്മുടെ 2 ബണ്ണും ബ്ലൂ കളർ സംഭവങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി 2 ഭാഗം മുടി കെട്ടണം ഗൈസ്. ഞാൻ ഇതിൽ എങ്ങനെ 2 ഭാഗത്ത് കെട്ടുന്നു ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുകയാണ്. സോറി അതെ, ചെയ്യണം ഗൈസ്. ടെററായി ഗൈസ്. അപ്പം അങ്ങനെ ഞങ്ങൾ മുടിയെല്ലാം കെട്ടി. അതെ, ഇങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഓക്കെ, 2 ഭാഗം മുടിയെല്ലാം കെട്ടി. ഇനി എന്താ പല്ലെന്ന് കാണിച്ചു തന്നെ. അങ്ങനെ ഞങ്ങൾ പല്ലെന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഇല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഫുഡ് കഴിച്ച് പൗഡറൊക്കെ ഇട്ടിട്ട് വരാം അല്ലേ? ചന്തക്കാരി ആയിട്ട് വരാം, കണ്ണൊക്കെ എഴുതിയിട്ട് വരാം. ഓക്കെ, മുടിയെല്ലാം കെട്ടിക്കഴിഞ്ഞ് ഇന്ന് ചോറും സോയുമാണ് ഗൈസ്. കഴിച്ചേ മതിയാവൂ. വലിയ ഗൈസ്. അങ്ങനെ അടുത്ത വായ അദ്ദിക്കുട്ടന്. അങ്ങനെ അടുത്ത വായി ട്രയൽ ഒരു പപ്പടം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിലും ഈ വായി ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഡ്രസ്സിൽ മുഴുവൻ ആവോടെ പൊന്നോ. അങ്ങനെ വാരിക്കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അദ്ദിക്കുട്ടൻ എന്ത് കൊടുത്താലും കഴിക്കും കേട്ടോ. അടുത്ത കുഞ്ഞുവായി വേണമെന്ന് പറഞ്ഞ ആൾക്ക് ഓക്കെ, കുഞ്ഞുവായി കേട്ടോ. ഇനി ഇതിൽ കൂടുതൽ കുഞ്ഞില്ല. ടീക്കുട്ടി പാട്ടൊക്കെ സെറ്റ് ചെയ്തു. പോഡ്കാസ്റ്റിൽ സംഭവങ്ങൾ പാട്ടൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. പൊട്ടപ്പാട്ടാണോ? ഓ, ഇനി അടുത്ത് നമ്മൾ നോക്കട്ടെ. അമ്മയെ നോക്കി ചുന്ദരി പെണ്ണായ നോക്കിട്ടെ, അമ്മയുടെ സ്വത്ത്. ഇനി കൺമശി എഴുതാതെ ഒരു കാര്യമില്ല. കൺമശി എല്ലാം എഴുതി സെറ്റാക്കി. കൺമശി ലവേഴ്സ്, നിമിഷാൻ്റെക്കും കൺമശി എഴുതുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ കൺമശി എല്ലാം എഴുതി. നമ്മൾ സ്കൂളിൽ ഒരു ഓർണമെൻറ്റ്സും ഇടാൻ പറ്റില്ല, കമ്മൽ മാത്രം, അതും ഒരു സ്റ്റഡ് മാത്രമേ ഇടാൻ പറ്റൂ. അതെല്ലാ സ്കൂളിലും അങ്ങനെ ആയിരിക്കുന്ന വിചാരിക്കുന്നു. അപ്പം കണ്ണ് എഴുതൽ മസ്റ്റാണ് ഗൈസ്. ഓക്കെ, അങ്ങനെ സുന്ദരി പെണ്ണായി. പിന്നെ നീ എല്ലാ കൊല്ലും മാറൂടാ ബ്രേസസ്. ഓക്കെ, ബ്രേസസ് ഇട്ടു എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ, അത് ഫീലേ ഇല്ല ഗൈസ്. ഇനി അടുത്ത് നമ്മളെല്ലാം ബ്ലൂ കളർ, നമ്മുടെ ഈ യൂണിഫോമിൻ്റെ കളറാണ്. അടുത്ത് നമ്മൾ ബ്രേസസിലെ റബ്ബർ ബാൻഡ് ഇടാൻ പോകുന്നത്. എല്ലാം അങ്ങനെ സ്കൂൾ റെഡി എല്ലാം കഴിഞ്ഞു. പെർഫ്യൂം അങ്ങനെ ടീക്കോട്ടിയുടെ ഫേവറേറ്റ് പെർഫ്യൂം ഉണ്ട് ഗൈസ്. അടിച്ചോ? ഓക്കെ, ചിച്ചുവിനെ അടിച്ചു കൊടുക്കാവാ. അങ്ങനെ ടീക്കുട്ടിയുടെ ലഞ്ച് കിറ്റ് ടീക്കുട്ടിക്ക് ബാഗിൽ വെക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. എന്തിനാണ് ഇങ്ങനെ ബാഗിൽ വെക്കണമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഷൂസ് എല്ലാം സാൻഡൽസ് എല്ലാം ഇട്ട് സെറ്റ്. ഓക്കെ, നോക്കട്ടെ ഫേസ് നോക്കട്ടെ ഗൈറ്റ്. ഇപ്പം നല്ല ഗ്ലോയിങ് ആയില്ലേ ആഫ്റ്റർ എ ലോങ് ടൈം. ടീക്കുട്ടി ബാക്ക് ടു സ്കൂൾ.
എന്താ ഒരു ഫേസിൽ ഒരു അൺബോക്സ് ചെയ്യുമ്പം ആ ഒരു ഹാപ്പിനെസ് ഒന്നും എനിക്ക് കാണുന്നില്ല. അങ്ങനെ ആദ്യമായി നമ്മൾ ബ്രേസ്ലെസ് ഇട്ടിട്ട് ചിപ്പി ഓർമ്മിപ്പിച്ചു അല്ലേ? ഇല്ല വേറെ ഇപ്പൊ ഒരു കുഴപ്പമില്ല ഗൈസ്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ട പോലെ തോന്നുന്നില്ല. പിന്നെന്താ പറയുന്നത്, എനിക്ക് പിങ്ക് ആൻഡ് ബ്ലൂ അല്ല വേണ്ടിരുന്നത്, എനിക്ക് ഡാർക്ക് ബ്ലൂ ആയിരുന്നു വേണ്ടത്. അത് നമ്മൾ പോവാന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ അവൈലബിൾ ആയിരുന്നില്ല. അയ്യോ ഇനി എത്ര ആഴ്ച? രണ്ടാഴ്ച നമ്മൾ വീണ്ടും ടീക്കുട്ടറെ യൂണിഫോം മാറ്റാൻ പോവാണ്. ചിച്ചു വരൂ. അങ്ങനെ നമ്മുടെ അദ്യക്കുട്ടൻ പിന്നെ അങ്ങനെ വലിയ ബെൽറ്റ് കിട്ടും ഞങ്ങള് പീക്കമൂന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അടിപൊളി ആയിട്ടുണ്ട് ഗൈസ്. ബാഗ് ഗേറ്റിന്റെ അവിടെ വെച്ചിട്ട് വരും. സ്കൂൾ ബസ് ഇപ്പൊ വരുവാടാ ഗൈസ്. അങ്ങനെ വലിയ മൂടുണ്ടോന്ന് ചോദിച്ചാൽ അത്ര വലിയ മൂടൊന്നും ഇവിടെ കാണാനില്ല. ഓക്കെ, ഫുൾ ഡേ ക്ലാസ്. കുഞ്ഞ് ഇവിടെ പല പല സൗണ്ടുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉമ്മ ചക്കടി ഉമ്മ സത്യം. ഓ അതെനിക്ക് അറിയില്ല മോളെ, എനിക്ക് സീരിയസ്ലി അറിയില്ല. നമുക്ക് ചോദിക്കാട്ടോ. 6 മാസം സ്കൂൾ, 6 മാസം വെക്കേഷൻ, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലടാ. ഈക്വൽ ആവില്ലേ? അതെ, ഭയങ്കര ഈക്വൽ ആവും. ഈ സമയം ഇപ്പൊ എത്രയാ പറയാ? 7:05 ആയിട്ടുണ്ട്. എനിക്കറിയില്ല 7:05 ആണോ? ആ ഓക്കെ, 7:05. അപ്പോൾ 7:15 സ്കൂൾ ബസ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് സ്കൂൾ ബസ് ചിലപ്പോൾ നേരത്തെ വരാം, ചിലപ്പോൾ നല്ല ലേറ്റ് ആയിട്ട് വരാം, ഒന്നും അറിയില്ല. അപ്പം നമ്മൾ എന്തായാലും പ്രിപ്പയർ ആയിട്ട് നിൽക്കാം അല്ലടാ. ഓക്കെ, നമ്മളിപ്പം 4.20 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കുറേ കുഞ്ഞുമക്കൾ സ്കൂളിലൊക്കെ പോകുന്നവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്കൂൾ. ഓക്കെ, ഉമ്മ എല്ലാവർക്കും ഒരു ഉമ്മ കൊടുക്കും. ബൈ ഉമ്മ, ബൈ.